ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സദ്യയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഓലൻ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയും 1/2 മുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 2-3 അച്ചിങ്ങപ്പയർ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ കുമ്പളങ്ങ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ള 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മറ്റു മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി വെച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുടഞ്ഞ് നമുക്ക് സ്റ്റവിൽ വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവി അതിലെ പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആ സമയം വരെ നമുക്കിത് വിസിലിടാതെ സിമ്മിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ, അതുകൊണ്ടാണ് വിസിലിടാതെ നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വെള്ളുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഈ പിഴിഞ്ഞ തേങ്ങയിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ആ പാല് കൂടെ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 2 തരം പാല് ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത് പിഴിഞ്ഞ പാലാണ്. ഇത് ആദ്യം പിഴിഞ്ഞതാണ്, കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങയിലൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കുമ്പളങ്ങ ഒരു 50% വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ വെള്ളം. ഇപ്പോൾ കുക്കറിൽ നമ്മൾ വിസിലിട്ടിട്ട് ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുമ്പളങ്ങ വെന്തുടയും ചെയ്യും, കുമ്പളങ്ങയ്ക്ക് ഒപ്പം വെള്ളം നിൽക്കും ചെയ്യും. അതുകൊണ്ടാണ് വിസിലിടാതെ നമ്മൾ സിമ്മിലിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 2ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മൾ 2ാം പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ കുമ്പളങ്ങയിൽ അത്യാവശ്യം വെള്ളമാവും. അപ്പോൾ അത് വറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് കുമ്പളങ്ങ വേവണം. അതല്ലെങ്കിൽ കുമ്പളങ്ങ വേവോളം ഈ വെള്ളം വറ്റുവോളം നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വേവിക്കുക. മെയിനായിട്ട് പറയാനുള്ളത് കുമ്പളങ്ങ വേവും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ഇതിലെ വെള്ളം വറ്റും വേണം. അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ വെന്തിട്ടുമുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ വെള്ളം വറ്റി കുമ്പളങ്ങ വെന്ത് കിട്ടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും സിമ്മിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലൊക്കെ ഇതിൽ മസ്റ്റാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചൊഴിക്കാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം. വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല്, അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി നമ്മുടെ ഓലനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമുക്ക് സ്റ്റവിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി തന്നെ അറിയാം. പിന്നെ ഇതിൽ അച്ചിങ്ങപ്പയർ വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ അച്ചിങ്ങപ്പയറിന് പകരം നമുക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വൻപയർ വേവിച്ചതും ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഓലൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കാനും ഈസിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ സുലൈമാനി വൈബ്സിൻ്റെ പുതിയ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.